ഓക്കെ, നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് ആണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 10 സിമ്പിൾസ് ഉപയോഗിക്കുന്നു, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ. അതുകൊണ്ട് തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ബൈനറി നമ്പർ സിസ്റ്റം, ബൈ മീൻസ് 2 എന്നാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 സിമ്പിൾസാണ് ഉപയോഗിക്കുന്നത്, 0 1. അതിനെ പറഞ്ഞ പേര് ബിറ്റുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സിമ്പിൾസ്, ഒക്ട മീൻസ് 8 എന്നാണ്. 8 സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്, 0 മുതൽ 7 വരെയുള്ള സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളും എ മുതൽ എഫ് വരെയുള്ള ലെറ്റേഴ്സും ഉപയോഗിച്ചുള്ള നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് നമ്പർ സിസ്റ്റത്തിലാണ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ഇപ്പം 1 2 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 1 2 3 എന്ന് പറയുന്ന സിമ്പിൾസ് വരുന്ന ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലും വരാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും വരാം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും വരാം. എന്നാൽ 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും വരാം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും വരാം. 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈനറിക്കകത്ത് വരാം, ഒക്ടലിനകത്ത് വരാം, ഡെസിമലിനകത്ത് വരാം, ഹെക്സാഡെസിമലിനകത്ത്. അപ്പം ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിനകത്ത് വരാമെന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് ഓരോ നമ്പർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ് അനുസരിച്ചാണ്. അപ്പോൾ അത് മറന്നുപോലെ 0 ഡെസിമലിനകത്ത് 0 മുതൽ 9 വരെയുള്ള സിമ്പിൾസ് ഉപയോഗിക്കും, ബൈനറിക്കകത്താണെങ്കിൽ 0 1 ഉപയോഗിക്കാം, ഒക്ടലിനകത്താണെങ്കിൽ 0 മുതൽ 7 വരെയുള്ള സിമ്പിൾസാണ് ഉപയോഗിക്കുക, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയുള്ള ലെറ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്. ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിനെ വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് മൊത്തം ഏകദേശം 12ഓളം കൺവേർഷൻസ് ഉണ്ട്. പ്യുവർലി മാത്സ് ആണ് പഠിക്കാനുള്ളത്. ഇനി മാത്സ് പാടാൻ വന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ചെറിയ ചെറിയ ലോജിക്കുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അധികം പാടൊന്നുമില്ല. മാത്സ് പാടാന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കേണ്ട പ്രശ്നമൊന്നുമില്ല, കാര്യം സിമ്പിളാണ്. തുടക്കം മുതൽ ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രം. കൺവേർഷൻസ് തുടക്കം മുതൽ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്ന് കഴിയുമ്പോഴും കൺഫ്യൂഷൻസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള കൺവേർഷൻസ്, ഒന്നാമത്തെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പറിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിനെ ഒക്ടലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. മൂന്നാമത്തെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്കുള്ള കൺവേർഷൻ. ഇനി ഇതെല്ലാം തിരിച്ചുള്ളതാണ്. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ദെൻ ഒക്ടലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ, ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇതെല്ലാം തിരിച്ചിനി ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ, അതുപോലെ ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ഉണ്ട്. അതേപോലെ പിന്നുള്ളത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ, ദെൻ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഒരു കൺവേർഷൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അതായത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ എഴുതിയിട്ടില്ല ഞാൻ. അങ്ങനെ മൊത്തത്തിൽ 3 3 6 3 9 3 12 13 കൺവേർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, എല്ലാം മുതൽ ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഇത് 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുന്നുള്ളതാണ് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടല്ലോ അല്ലേ? നോട്ട്ബുക്കുമായിട്ടിരിക്കണം. നമുക്കിനി പ്രോബ്ലം കൂടെ ചെയ്ത് പോകാനുള്ളതാണ്. അതുകൊണ്ട് കയ്യിൽ നോട്ട്ബുക്കും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് പറഞ്ഞ കൺവേർഷൻസ് മറക്കണ്ട. ഡെസിമലിനെ ബൈനറി ആക്കണം, ഒക്ടലാക്കണം, ഹെക്സാഡെസിമൽ ആക്കണം. തിരിച്ച് ബൈനറിയെ, ഒക്ടലിനെ, ഹെക്സാഡെസിമലിനെ, ഈ 3 എണ്ണത്തിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ്. പിന്നുള്ള കൺവേർഷൻ വെച്ചാൽ ഒക്ടലിനെ ബൈനറി ആക്കണം, ബൈനറിയെ ഒക്ടലാക്കണം, ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണം, ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കണം.
ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കണം, ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കണം. ഇങ്ങനെ മൊത്തത്തിൽ 12 കൺവേർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ ഓക്കെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ദ മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് ഡെസിമൽ നമ്പർ ടു ബൈനറി നമ്പർ ഈസ് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ. റിപ്പീറ്റഡ് ഡിവിഷൻ എന്ന് വെച്ചാൽ ആവർത്തിച്ചുള്ള ഹരണം കൊണ്ടാണ് നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആവർത്തിച്ചുള്ള ഹരണം 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ആ 2 പറയാനുള്ള കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2. ഓക്കെ, അതുകൊണ്ടാണ് 2 കൊണ്ട് ഹരിക്കണം എന്ന് പറയുന്നത്. ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ദ ഡെസിമൽ നമ്പർ ഈസ് സക്സസീവ്ലി ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദ റിമൈൻഡേഴ്സ് ആർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്യണം. റിമൈൻഡർ മീൻസ് എന്താണ്? റിമൈൻഡർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശിഷ്ടങ്ങൾ റെക്കോർഡ് ചെയ്യണം. അതായത് ശിഷ്ടങ്ങൾ മാറ്റി മാറ്റി 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതെല്ലാം സംഖ്യകൾ ശിഷ്ടമായിട്ട് വരാം? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതെല്ലാം സംഖ്യകളാണ് ശിഷ്ടമായിട്ട് വരാവുന്നത്? നിങ്ങൾ പറഞ്ഞോ. 1 പിന്നെ 1 0 മാത്രമേ. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങളായിട്ട് വരുന്ന 1 0. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 6നെ 2 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കുക. ശിഷ്ടം എത്ര കിട്ടുക? 0. 5നെ 2 കൊണ്ട് ഹരിച്ചു എന്ന് വയ്ക്കുക. ശിഷ്ടം എത്ര കിട്ടും? 1. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ 0 1 മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇനി ഒരു ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഈക്വലൻ്റ് കിട്ടാൻ വേണ്ടി ദ ബൈനറി ഈക്വലൻ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൂപ്പിംഗ് ഓൾ ദ റിമൈൻഡേഴ്സ്. എല്ലാ റിമൈൻഡറുടെ ഗ്രൂപ്പ് ചെയ്യണം. ആ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ലാസ്റ്റ് റിമൈൻഡർ, അവസാനം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം ആദ്യം എഴുതുന്ന ബിറ്റ്. അതേപോലെ ഫസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, എന്താണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? 1 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എഴുതുന്ന 1 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അവസാനം എഴുതുന്ന 1 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഇപ്പം 4536 എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഏതാ? 4536 എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഏതാ? എന്നല്ലേ. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 6. 4536 അപ്പോൾ 6. അപ്പം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് എഴുതേണ്ടത് അവസാനം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ലാസ്റ്റ് എഴുതേണ്ട ബിറ്റ് എന്ന് പറയുന്നത് ആദ്യം കിട്ടുന്ന റിമൈൻഡറും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഡെസിമൽ നമ്പർ ഈസ് സക്സസീവ്ലി ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദ റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. ഡെസിമൽ നമ്പറിനെ തുടർച്ചയായിട്ട് 2 കൊണ്ട് ഹരിച്ചിട്ട് റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്യണം. ദ ബൈനറി ഈക്വലൻ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൂപ്പിംഗ് ഓൾ ദ റിമൈൻഡേഴ്സ് വിത്ത് ദ ലാസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആൻഡ് ഫസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അവസാനം കിട്ടുന്ന റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വെച്ചാൽ ആദ്യം എഴുതണം. അതേപോലെ ആദ്യം കിട്ടുന്ന റിമൈൻഡർ അവസാനം എഴുതണം. അതാണ് ഒരു ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മാർഗം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് കംപ്ലീറ്റ് ആവാനായിട്ട് ചെറിയ സമയം എടുത്ത് പോട്ടെ, സാരമില്ല. നമ്മൾ ചെയ്യാൻ പോണേ 29ൻ്റെ ബൈനറി ഈക്വൽ. 29 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറാണ്, ഉറപ്പല്ലേ? 29 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെസിമൽ നമ്പറാണ്. നമ്മൾ ബേസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡെസിമൽ നമ്പറാണെന്നാണ് അർത്ഥം. 29നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണു? 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കാൻ പോവുകയാണ്. 29നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്ത് കിട്ടും? 29നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്ത് കിട്ടും? പറഞ്ഞോ.
എന്ത് കിട്ടും? 29നെ 2 കൊണ്ട് ഹരിച്ചാൽ 14. 14ആണ് ഹരണഫലം കിട്ടുന്നത്. ശിഷ്ടം എന്ത് കിട്ടും? ശിഷ്ടം ചെറിയ മാറ്റമുണ്ട് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, 29നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഹരണഫലം 14 കിട്ടും, ശിഷ്ടം 1 കിട്ടും. വീണ്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 14നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഹരിക്കണം. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്ത് കിട്ടും? ഹരണഫലം 7 കിട്ടും, ശിഷ്ടം എന്ത് കിട്ടും? ശിഷ്ടം 0 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, വീണ്ടും നമ്മൾ 7നെ 2 കൊണ്ട് ഹരിക്കണം. 7നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്ത് കിട്ടും? ഹരണഫലം 3 കിട്ടും, ശിഷ്ടം എന്ത് കിട്ടും? ശിഷ്ടം 1 കിട്ടും. വീണ്ടും 3നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കണം. ഹരണഫലം എന്ത് കിട്ടും? 1 കിട്ടും, ശിഷ്ടം എന്ത് കിട്ടും? 1 കിട്ടും. വീണ്ടും 1നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. ഹരണഫലം എന്ത് കിട്ടും? 0. ശിഷ്ടം എന്ത് കിട്ടും? 1. ശിഷ്ടം 1 ആയിരിക്കും. 1നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഹരണഫലം 0 ആയിരിക്കും, ശിഷ്ടം 1 ആയിരിക്കും. ഇതിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏതൊന്നാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്? ആദ്യത്തെ ഒന്നാണോ അവസാനത്തെ ഒന്നാണോ? അവസാനത്തെ ഒന്നായിരിക്കണം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഓക്കെ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് ഏതെഴുതുന്നാ പറഞ്ഞേ? ആദ്യം കിട്ടിയ ഒന്നായിരിക്കണം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ എഴുതേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം എഴുതണം, ഇത് അവസാനം വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ നമ്പർ എഴുതണം. അപ്പം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഈ ഒന്ന് ആദ്യം എഴുതാം, 1 1 1 0 1. ഈ രീതിയിൽ വേണം നമ്മൾ എന്തെഴുതാനായിട്ട്? ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതാൻ. നമ്മൾ എഴുതിയിട്ടുണ്ട് 29 എന്ന് പറഞ്ഞാൽ 1 1 ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 0 1 ബേസ് 2. ഇതായിരിക്കും 29 എന്നുള്ളതിൻ്റെ ബൈനറി. കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? മനസ്സിലായോ? നമ്മൾ ചെയ്ത രീതി ഞാൻ ഒന്നും കൂടെ പറയാം. 29ൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ 29 എന്നുള്ള നമ്പറിനെ തുടർച്ചയായിട്ട് 2 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പം കിട്ടുന്ന ശിഷ്ടങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 29നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് 14 കിട്ടും, ശിഷ്ടമായിട്ട് 1 കിട്ടും. വീണ്ടും ഈ കിട്ടിയ 14നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഹരണഫലം 7 കിട്ടും, ശിഷ്ടം 0 കിട്ടും. വീണ്ടും ഈ 7നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഹരണഫലം 3 കിട്ടും, ശിഷ്ടം 1 കിട്ടും. വീണ്ടും ഈ 3നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഹരണഫലം 1 കിട്ടും, ശിഷ്ടം 1 കിട്ടും. വീണ്ടും ഈ 1നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഹരണഫലം എന്ത് കിട്ടും? ഹരണഫലം 0 കിട്ടും, ശിഷ്ടം 1 കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഈ അവസാനം കിട്ടിയ ശിഷ്ടമാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ആദ്യം കിട്ടിയ ശിഷ്ടമാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പം ഇത് ആദ്യം എഴുതണം, ഇത് അവസാനം എഴുതണം. ഇതേ രീതിയിൽ അതായത് ശിഷ്ടങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വേണം എഴുതാനായിട്ട്. 1 1 1 0 1. ഇതായിരിക്കും 29 എന്ന് പറയുന്നതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എന്ന് പറയും. നിങ്ങളുടെ എല്ലാം റഫ് പേപ്പർ എന്തെങ്കിലും കാണൂലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിന് നിങ്ങൾ എഴുതണം. ഞാൻ ഈ പറഞ്ഞ നമ്പറിന് ഞാൻ പറഞ്ഞു 37 ആണ് ഞാൻ പറഞ്ഞത്. 37ൻ്റെ ബൈനറി ഈക്വലൻ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയും. 37നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 18, ശിഷ്ടം 1. ഓക്കെ, വീണ്ടും 18നെ ഹരിക്കുമ്പോഴോ 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 9, ശിഷ്ടം 0. വീണ്ടും 9നെ ഹരിക്കുമ്പോൾ ഹരണഫലം 4, ശിഷ്ടം 1. വീണ്ടും 4നെ ഹരിക്കുമ്പോൾ ഹരണഫലം 2, ശിഷ്ടം 0 അല്ലേ? വീണ്ടും 2നെ ഹരിക്കുമ്പോൾ ഹരണഫലം 1, ശിഷ്ടം 0. വീണ്ടും 1നെ ഹരിക്കുമ്പോൾ ഹരണഫലം 0 ആണ്, ശിഷ്ടം എന്ത് വരും?
1 വരും. അതിനകത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഏതായിരുന്നു? ലാസ്റ്റത്തെ 1ഉം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആദ്യത്തെ 1ഉം. ശരിയല്ലേ? ആ നമ്പർ എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 100 101. അതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? അത് എഴുതുമ്പോഴത്തേക്ക് ഇതേ രീതിയിൽ വേണം എഴുതാൻ. അതായത് താഴേന്ന് മുകളിലേക്ക് വേണം ബൈനറി ഡിജിറ്റുകൾ എഴുതാൻ. 100 101 ബേസ് 2. അതായിരിക്കും 37 എന്ന് പറയുന്ന നമ്പറിൻ്റെ എന്ത് വരുന്ന ബൈനറി ഈക്വലൻ്റ് കാണുന്നത്. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ആണോ? ഓക്കെ. അപ്പോൾ ഞാനൊരു നമ്പറൂടെ പറയാം, നിങ്ങൾ ചെയ്തോ. 53. പെട്ടെന്ന് ചെയ്യണേ. 53. അതായത് 53യുടെ ബൈനറി ഈക്വൽ. 53യുടെ ബൈനറി ഈക്വലിന് കണ്ടുപിടിക്കാൻ വേണ്ടി 53 2 കൊണ്ട് കഴിക്കുന്നു. ഹരണഫലം എന്താ കിട്ടി? 26 അല്ലേ? 26 ശിഷ്ടം 1. വീണ്ടും 26നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 13 ശിഷ്ടം 0. ഓക്കെ. വീണ്ടും 13നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴത്തേന് ഹരണഫലം 6 ശിഷ്ടം 1. വീണ്ടും നമ്മൾ 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 3 ശിഷ്ടം 0. വീണ്ടും 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 1 ശിഷ്ടം 1 അല്ലേ? വീണ്ടും 1നെ ഹരിക്കുമ്പോഴത്തേന് ഹരണഫലം 0 കിട്ടും, ശിഷ്ടം 1 കിട്ടും. അതിനകത്തെ അവസാനത്തെ 1 ആയിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ആദ്യത്തെ 1 ആയിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് വരിക. അപ്പോൾ എഴുതുമ്പോൾ 110101 ഇതേ രീതിയിലായിരിക്കും എഴുതുക. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് the decimal number is successively divided by 2 and the remainders are recorded. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്താണ്? ഡെസിമൽ നമ്പറിനെ തുടർച്ചയായിട്ട് 2 കൊണ്ട് ഹരിച്ചിട്ട് റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്യണം. Then the binary equivalent is obtained by grouping all the remainders with the last remainder being the most significant. അതായത് അവസാനം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. And the first remainder being the least significant bit. ഓക്കെ ആണോ? അയ്യോ സോറി. Decimal number is successively divided by 2 and the remainders are recorded. തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്യണം. ബൈനറി ഈക്വലൻ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഗ്രൂപ്പിംഗ് ഓൾ ദ റിമൈൻഡേഴ്സ് വിത്ത് ദ ലാസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആൻഡ് ദ ഫസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ക്ലിയർ അല്ലേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള? അപ്പോൾ ഇതിൻ്റെ നോട്ടും കുറച്ച് ക്വസ്റ്റ്യനോട് തന്നു നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തോണം, ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ വേണ്ടി 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുക. റിമൈൻഡേഴ്സ് എല്ലാം കളക്ട് ചെയ്യുക. 2 കൊണ്ട് ഹരിക്കുന്നതിന് റിമൈൻഡറിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. സംഖ്യ ഇരട്ട സംഖ്യയാണെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും, മറ്റേ സംഖ്യയാണെങ്കിൽ ശിഷ്ടം 1 ആയിരിക്കും. അതിന് വലിയ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് അവസാനം കിട്ടുന്ന താഴേന്ന് മുകളിലേക്ക് വേണം ബൈനറി ഈക്വലൻ്റ് എഴുതാൻ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി.